T20 ലോകകപ്പിന്റെ ആവേശം അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കെ സൂപ്പർ 8-ലെ നിർണായകമായ സിംബാബ്വെക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ നിരയിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാധ്യത തെളിയുന്നത്. മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ കരുത്തരായ ദക്ഷിണാഫ്രിക്കയുടെ അപ്രതീക്ഷിത പരാജയം ഏറ്റുവാങ്ങിയ ഇന്ത്യക്ക് സെമി ഫൈനൽ പ്രതീക്ഷകൾ നിലനിർത്താൻ സിംബാബ്വെക്കെതിരായ വിജയം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ ടീമിന്റെ ബാറ്റിംഗ് നിരയിലെ പാളിച്ചകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സഞ്ജു സാംസണെ പ്ലേയിങ് 11-ലേക്ക് കൊണ്ടുവരാനാണ് ടീം മാനേജ്മെന്റ് നീക്കം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കഠിനമായ പരിശീലന സെക്ഷനുകൾ ഈ സൂചന ശരിവെക്കുന്നു. നെറ്റ്സിൽ മണിക്കൂറുകളോളം സഞ്ജു ബാറ്റിംഗ് പരിശീലനം നടത്തിയത് സെലക്ടർമാരുടെ പദ്ധതിയിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. നിലവിൽ ഇന്ത്യൻ ടീമിനെ കുഴക്കുന്നത് യുവതാരങ്ങളായ തിലക് വർമ്മയുടെയും അഭിഷേക് ശർമ്മയുടെയും മോശം ഫോമാണ്. വലിയ പ്രതീക്ഷകളുമായി ലോകകപ്പ് വേദിയിലെത്തിയ ഈ താരങ്ങൾക്ക് തങ്ങളുടെ സ്വാഭാവിക ശൈലിയിൽ റൺസ് കണ്ടെത്താൻ കഴിയാത്തത് ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചും തിലക് വർമ്മയുടെ ബാറ്റിംഗ് പ്രകടനം വലിയ വിമർശനങ്ങൾക്കും വഴി മാറിയിട്ടുണ്ട്. ടൂർണമെന്റിലെ കഴിഞ്ഞ 5 ഇന്നിംഗ്സുകളിൽ നിന്നായി വെറും 107 റൺസ് മാത്രമാണ് തിലകിന് നേടാനായത്. റൺസ് കുറവാണ് എന്നതിലുപരി അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റിലെ ഇടിവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തന്റെ തനതായ ശൈലി മറന്ന അമിത ആക്രമണത്തിന് മുതിരുന്നതാണ് തിലകിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ നിരീക്ഷിച്ചു. ഒരു വിക്കറ്റ് വീണാൽ പിന്നീട് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനും മികച്ച പങ്കാളിത്തങ്ങൾ ഉണ്ടാക്കാനും തിലക് ശ്രമിക്കണമായിരുന്നുവെന്നും അനാവശ്യ സമ്മർദ്ദം വരുത്തിവെച്ചാണ് താരം പുറത്താകുന്നതെന്നും സ്റ്റാർ സ്പോർട്സിനോട് സംസാരിക്കവേ ഗവാസ്കർ തുറന്നടിച്ചു.